ഭരദ്വാജാശ്രമ പ്രവേശം. ക്ഷിതിസുതയോടൊത്ത് ദശരഥ നന്ദനാർ തരുവിൻ തണലിൽ തൽപ്പമൊരുക്കി താരാഗണങ്ങളെ വീക്ഷണം ചെയ്ത് ശീതളഛായയിൽ നിദ്ര പൂണ്ടു. പുലർകാലെ യാത്ര തുടർന്നപ്പോൾ ചെന്നവർ ഭരദ്വാജ മുനികൾ തൻ സങ്കേതത്തിൽ. അവിടൊരു മുനിയോടരുൾ ചെയ്തു രാഘവൻ, മമ കാര്യമുര ചെയ്യുക ഭരദ്വാജ മുനിയോട്. വടുവതു കേട്ട് ജഡിതിയിൽ തന്നെ ഉടജത്തിൽ ചെന്ന് ഭരദ്വാജ മുനിയോട് ദശരഥ തനയർ തന്നാഗമന വൃത്താന്തം ഉണർത്തിച്ചു ചിത്തേ ഭക്തിയുറപ്പിച്ച്. ഇതു കേട്ട് ഭരദ്വാജ മുനികൾ തൽക്ഷണം രഘുവരനന്തികെ ആഗമിച്ചിട്ട് അർഘ്യപാദ്യങ്ങളാൽ പൂജ ചെയ്തിട്ട് ആനയിച്ചു മുതാ ആശ്രമം തന്നിൽ. ഭരദ്വാജ മുനിയെ വന്നിച്ച രാമനോടരുൾ ചെയ്തു മുനിയും തുഷ്ടിയാലിത്തം അറിയുന്നു ഭഗവാനെ നിന്റെ വൃത്താന്തവും അടവിവാസത്തിൻ നിദാനങ്ങളും. അവനീതലത്തിന്റെ ഭാരം കുറച്ച് അവനീതലത്തെ അവനം ചെയ്യാനായി അവനീപതേ നീ നരജന്മം പൂണ്ട് അടവികൾ താണ്ടി വരുന്നു നീ ശ്രീപതേ. ഭരദ്വാജപുത്രരുമൊത്ത് ദേവാത്മാക്കൾ പുലർകാലെ കാളിന്തി നദിയും കടന്ന് മുനിമാർ നിർദ്ദേശിച്ച പന്ഥാവിലൂടെ പദയാത്ര ചെന്നെത്തി ചിത്രകൂടാചലേ. വാൽമീകി തന്നെ പർണാശ്രമം തന്നിൽ ത്രാണ നിപുണരാം ദശരഥ നന്ദനർ ഭൂമി സുതയൊത്ത് എത്തിയ നേരം വാൽമീകി സാദരം ആനയിച്ചവരെ. മാനവേന്ദ്രനായ രാഘവൻ തന്റെ തിരുമേനി പുണർന്ന് മാമുനി വൃന്ദം കാനന പീയൂഷമായ ഫലങ്ങൾ ഭോജനമായേകി നിർവൃതി പൂണ്ടു. ഉത്തമമായ വിടവി വൃന്ദങ്ങൾ തൻ കീഴെ വസിക്കും കൃഷ്ണമൃഗങ്ങളും വല്ലികളിൽ മൂളും ശലഭവർഗങ്ങളും എത്രയും ചിത്രം ചിത്രം മനോഹരം. ഇങ്ങനെ ചിന്തിച്ച് രാമൻ മുനിയോടിങ്ങനെ ചൊല്ലി, ഈ സുന്ദരവനിയിൽ പർണശാല കെട്ടിയങ്ങാവാസം ചെയ്യാൻ എൻ മനതാരിൽ ആശയുണ്ട മുനേ. ചിന്മയ രൂപനാം രാമന്റെ വാക്കുകൾ ഒന്നൊഴിയാതെ ശ്രവിച്ച മഹാമുനി മന്ദസ്മിതത്താൽ ഈ വണ്ണമുര ചെയ്തു, മംഗലശീലൻ തൻ സ്വാന്തം നിൻ മന്ദിരം. പിന്നെ രാമനോട് ശോഭന വാക്കാൽ വർണ്ണിച്ച അനുപമ കാര്യങ്ങളേറെ. ദേവേശ നിന്നിൽ വസിക്കുന്നു സർവവും, സർവലോകങ്ങളിൽ നീ വസിക്കുന്നു ശ്രീപതേ. കർമ്മങ്ങളിൽ ഫലചിന്തയില്ലാതെ നിന്നെ സർവകാലം ചിന്തിച്ചു ചിന്തിച്ച് ചിന്മയമായി മരുവുന്നോർ തന്നുള്ളം നിൻ സുഖഗേഹം എന്നും ദേവനേ. ഞാനെന്ന ചിത്ത സമുന്നതി എന്നെ ഗ്രാമ്യവാക്കുകളാൽ ബത്സനം ചെയ്യാതെ മാനവനെ പരിപാലിക്കും പുരുഷൻ തന്മാനസം നിൻ സുഖഗേഹം ഭഗവാനേ. ഹേമവും പാറയും കൽക്കണ്ടവുമെല്ലാം ഭേദമില്ലാതെ സമമെന്നു ചിന്തിച്ച് അന്യോഹം രാഗദ്വേഷങ്ങളെ വെന്ന് വസിക്കുന്ന ശ്രേഷ്ഠൻ തൻ ചിത്തം നിൻ ഗേഹം. വിത്തം ലഭിക്കുമ്പോൾ ദോഷം കൊള്ളാതെ ദുർഗതരാകുമ്പോൾ ദുഃഖിതരാകാതെ സർവവും മായാമയമെന്ന് ചിന്തിച്ച് വാഴുന്ന ദിവ്യൻ തന്നുള്ളം നിൻ ഗേഹം. ഇത്തം പവിത്രമാം രാമന്റെ കീർത്തനം ശക്തിയോടെ ഓതിയിട്ട് മഹാമുനി ചിത്രകൂടം തന്നിൽ പർണശാലകൾ വെക്കം നിർമ്മിക്കാൻ ഉത്സുകനായി. വാൽമീകിയുടെ ആത്മകഥ. ഗംഗാ നദിയുടെ തീരെ ചരിക്കുമ്പോൾ മുങ്ങിക്കളിക്കുന്ന വർണ്ണ മത്സ്യങ്ങളെ തിന്നാനായ അപകയിൽ മുങ്ങിപ്പൊങ്ങുന്ന പൊന്മാനെ നോക്കി മാമുനി ചൊല്ലി, അങ്ങോട്ടു നോക്കൂ രാമചന്ദ്രദേവ, മുന്നൻ ഞാൻ ഇങ്ങനെ പൊന്മാനെ പോലെ മുന്നിൽ കാണുന്നവർ തൻ ദണ്ഡമറിയാതെ ഭണ്ണിപ്പിച്ചു ഞാൻ. സന്ദേഹമെന്നേ ഭാവന
നല്ല അന്വയത്തിൽ പിറന്നവനെങ്കിലും നീചനായി വാണു ചോര സംസർഗത്താൽ ജന്തുക്കളെ കൊന്ന് ദ്വിജന്മാരെ നിന്നിച്ചന്വഹം മൂഢത പൂണ്ട് വസിച്ചാൻ. പിന്നെ ഒരു ദിനം സൂര്യ തേജസ്സുള്ള സപ്തമുനികളെ കണ്ട് ഞാൻ നിസ്ത്രപം വസ്ത്രമപഹരിക്കാൻ ഉദ്യുക്തനായപ്പോൾ സൽഭാവേനയവരിങ്ങനെയോതി, വിപ്രരെയും മറ്റു പാന്തന്മാരെയും നിൻ സുഷ്മത്താൽ നിഷ്ഠൂരമായി പ്രഹരിച്ച് ഒക്കെ മോഷ്ടിക്കുന്നതാർക്കു വേണ്ടി നീ സത്യം സത്യമായി ചൊല്ലേണം. നീ എന്നിഷ്ടത്താൽ തന്നെ ചെയ്യുന്നെന്നോതി ഞാൻ. പിന്നെ ഉര ചെയ്തു എൻ പുത്രധാരാദിയെ സംരക്ഷിക്കാനായി മ്ലേച്ഛകർമ്മം ചെയ്ത് സന്തുഷ്ടനാകുന്നു മാമുനെ നിത്യവും. അതു കേട്ട് മുനിവര്യർ മന്ദസ്മിതം ചെയ്ത് അരുളി എന്നോട്, ശ്രവിക്ക മൂഢമതേ, നിന്റെ ധാരാദികൾ നിന്റെ കർമ്മഫലം ഭക്ഷിക്കുമോ എന്ന് ചോദിക്ക വൈകാതെ. വിരയെ തന്നെ ഞാനിൻ വസതിയിൽ ചെന്ന് പ്രിയതമയോടും പുത്രരോടും അതിതൂർണം ചൊല്ലി മുനിമാർ തന്നോക്തികൾ അതു കേട്ട് പരിഹാസേന ചൊല്ലിയവരിത്തം, അവനവൻ ചെയ്യുന്ന കർമ്മഫലങ്ങൾ കധികാരിയാകേണം അവനവൻ തന്നെ. അവനം ചെയ്യില്ല ദുഷ്കർമ്മത്തിൻ ഫലം അനുഭവിക്കേണം നീ തന്നെ നിത്യവും. അതു കേട്ട് പ്രക്ഷുബ്ധമായ ചിത്തത്താൽ തിരികെ വന്ന് ഞാൻ താപസന്മാരോട് തരിക ശരണമെന്നപേക്ഷിച്ച് താണു വണങ്ങി താപത്തോടെ. തുഷ്ടരാം താപസർ ഉത്ഥാനം ചെയ്യിച്ച് ഹസ്പത്മങ്ങളിൻ മൂർധാവിൽ വെച്ച് അനുഗ്രഹവാക്കാൽ സാന്ത്വനമോദിയൻ മനതാരിലാർത്തികൾ ദൂരീകരിച്ചു.